ദിലീപിന്റെ കരിയറിലെ 150-ാമത്തെ ചിത്രമെന്ന കൗതുകവുമായി പ്രേക്ഷകരിലേക്ക് എത്തിയ ചിത്രമായിരുന്നു 'പ്രിൻസ് ആൻഡ് ഫാമിലി'. മെയ് 9 തിയേറ്ററിൽ എത്തിയ സിനിമയ്ക്ക് നിർമ്മാണം മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലക്ഷ്യം ജീവനായിരുന്നു. പോസിറ്റീവ് പഠനങ്ങളാണ് ഭൂരിഭാഗം പ്രേക്ഷകരിൽ നിന്നും ചിത്രത്തിന് ലഭിച്ചത്. അത് ബോക്സ് ഓഫീസിലും പ്രതിഫലിച്ചു. മികച്ച കളക്ഷനാണ് ചിത്രത്തിൽ ആദ്യ താരം മുതൽ ലഭിച്ചത്. ഇപ്പോഴിതാ മറ്റൊരു നേട്ടം കൂടി സ്വന്തമാക്കിയിരിക്കുകയാണ് ചിത്രം. ട്രാക്കർമാരുടെ കണക്കുകൾ പ്രകാരം 'രാംലീലയ്ക്ക്' ശേഷം കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഗ്രോസ് നേടുന്ന ദിലീപ് ചിത്രമായി മാറിയിരിക്കുകയാണ് 'പ്രിൻസ് ആൻഡ് ഫാമിലി'. ട്രാക്കർമാരുടെ കണക്കനുസരിച്ച് കേരളത്തിൽ നിന്ന് ചിത്രം നേടിയിരിക്കുന്നത് 16 കോടി ഏറെയാണ്. പ്രമുഖ ട്രാക്കർമാരായ സൺസിക്കിന്റെ കണക്ക് പ്രകാരം ചിത്രത്തിന്റെ ഗ്രോസ് കളക്ഷൻ 17 കോടിയാണ്. വിദേശത്ത് നിന്ന് 6.62 കോടിയും. അങ്ങനെ ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രം ഇതുവരെ നേടിയിരിക്കുന്നത് 24.52 കോടിയാണ്. 24 ദിവസത്തെ കളക്ഷനാണിത്. ഞായറാഴ്ചയാണ് ഇന്നലെ ഇന്ത്യയിൽ നിന്ന് നേടിയ നെറ്റ് കളക്ഷൻ 49 ലക്ഷമാണ്. 24 ദിവസം എന്നത് പരിഗണിക്കുമ്പോൾ മികച്ച കളക്ഷനാണിത്. 4-ാം വാരത്തിലും മികച്ച സ്ക്രീൻ കൗണ്ടുമുണ്ട് ഈ ചിത്രത്തിന്. ഒരു വർഷത്തിന് ശേഷം ഒരു ദിലീപ് ചിത്രം പ്രേക്ഷകരിൽ എത്തുന്നത്. 'ജനഗണമന', 'മലയാളി ഫ്രം ഇന്ത്യ' എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ഷാരിഫ് മുഹമ്മദ് രചന നിർവഹിച്ച ചിത്രമാണിത്. ഉപചാരപുരം, ഗുണ്ടാ ജയൻ, നെയ്മർ, 'ജനഗണമന', 'മലയാളി ഫ്രം ഇന്ത്യ' എന്നീ ചിത്രങ്ങളിൽ ചീഫ് അസോസിയേറ്റായി വർക്ക് ചെയ്ത ബിറ്റോ സ്റ്റീവന്റെ ആദ്യ സംവിധാന സംരംഭമാണ്. തിരക്കഥാകൃത്തായ ഷാരിഫിനൊപ്പമുള്ള മൂന്നാമത്തെ ചിത്രവും മാജിക് ഫ്രെയിമിന്റെ 30-ാമത്തെ ചിത്രമാണിത്. ദിലീപിനൊപ്പമുള്ള 'പ്രിൻസ് ആൻഡ് ഫാമിലി'